ഹലോ എവരി വോൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നിങ്ങളുടെ CUT എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ CUTയിൽ ഹിസ്റ്ററി എഴുതാൻ പോകുന്ന ഒരാളാണ്, നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ കാണുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ CUT ഹിസ്റ്ററിയിൽ ഓരോ ചാപ്റ്ററിനും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അതിൻ്റെ സിലബസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെയാണ് CUTയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി നമ്മുടെ ആപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, CUTയുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രോൾ താഴെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ CUTയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയച്ച് സെറ്റ് ആക്കി വെക്കുക കേട്ടോ. സോ CUT നിങ്ങൾക്കറിയാം, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൽ നിങ്ങൾ ഹിസ്റ്ററി എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ 15 ചാപ്റ്ററോളം നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഏകദേശം 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ടോട്ടലി ഉണ്ടാവുക. അതിൽ 40 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രം എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ 15 ചാപ്റ്ററിന് കൂടി 50 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ 40 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, CUT ഹിസ്റ്ററിയിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന നമ്മളെ ചാപ്റ്റർ തന്നെയാണ് ഏതാടാ, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് എന്താടാ, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഏർലി അർബൻ സെന്റേഴ്സിൽ. ഈ ഏർലി അർബൻ സെന്റേഴ്സ് പറഞ്ഞാൽ ഏതൊക്കെയാണ്, മോഹൻജദാരോ, ആ സിറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കും. പിന്നെ ഇതിൻ്റെ ഡിസ്കവറി, അതായത് ദയറാം സായനി, അലക്സാണ്ടർ കണ്ണിങ്ഹാം, ജോൺ മാർഷൽ, മോർട്ടിമർ വീലർ, ആ പേരുകളും അവരുടെ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താടാ, ഈ ആർക്കോളജിക്കൽ റിപ്പോർട്ട് ഓൺ മേജർ സൈറ്റ്, അതായത് ഓരോ ഭാഗത്തും എന്തൊക്കെ കിട്ടിയില്ലേ നമുക്കറിയാം. അതായത് ധോലാവിരയിലാണ് റിസർവോയർ ജലസംഭരണി ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തും എന്തൊക്കെയാണുള്ളത്, ഈ 3 കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, പിന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഒന്ന്, അവിടുത്തെ അർബൻ സെന്റേഴ്സിന്റെ പെക്യുലാരിറ്റീസ് പഠിക്കണം. ഓരോ ഭാഗത്ത് എന്തൊക്കെ കിട്ടി, ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പേരും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. സോ നിങ്ങൾക്ക് ഇതൊരു MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ, MCQ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. രണ്ടാമത് നമ്മുടെ ഏതാ, മഗധയെ കുറിച്ചുള്ള ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് എന്താടാ, ഈ മൗര്യന്മാർ മുതൽ ഗുപ്തന്മാർ വരെയുള്ള, മൗര്യ ടു ഗുപ്ത, അതിനിടയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ രണ്ടാമത് എന്താടാ, അശോകന്റെ ഇൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അശോകനെ കുറിച്ചിട്ടും അശോകൻ ഇൻസ്ക്രിപ്ഷനും മൗര്യൻ ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടും എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ ഇൻസ്ക്രിപ്ഷൻസ് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ഹിസ്റ്റോറിയൻസിന് ചില പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ആ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഇതാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. തേർഡ് ചാപ്റ്റർ മഹാഭാരതത്തിന്റെ ക്രിട്ടിക്കൽ എഡിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, മഹാഭാരതത്തിന്റെ ക്രിട്ടിക്കൽ എഡിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിന്റെ BB ലാലിന്റെ പേര്, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അത് മാത്രല്ലടാ, അന്നത്തെ കാലത്ത് നമുക്കറിയാം വർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ വർണ്ണ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, അതേപോലെ മനുസ്മൃതി, ധർമ്മശാസ്ത്ര, ധർമ്മസൂത്ര, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കൂടുതലായിട്ട് CUTക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്കറിയാം ബുദ്ധിസം അല്ലെങ്കിൽ ജൈനിസം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബുദ്ധ ജൈന മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് 4ാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ബുദ്ധിസത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം, സ്തൂപങ്ങളെക്കുറിച്ച് പഠിക്കണം, ജൈനിസത്തെക്കുറിച്ച് പഠിക്കണം. ബുദ്ധിസം, ജൈനിസം, സ്തൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും CUTക്ക് ചോദിക്കാറുണ്ട്. സ്തൂപങ്ങൾ, കൺസ്ട്രക്ഷൻ, സാഞ്ചിയിലെ സ്തൂപത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കും. ശാരാനാഥിലെ സ്തൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്തൂപങ്ങളും അത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധിസവും ജൈനിസവും നിങ്ങൾ പഠിക്കണേ. അടുത്ത ട്രാവലേഴ്സിലെ, നമുക്ക് ട്രാവലേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ 3 ട്രാവലേഴ്സിന്റെ കാര്യങ്ങൾ ആരൊക്കെയാണ്, അൽ ബിറൂനി, ഇബ്നു ബത്തൂത്ത, ബേണിയർ. ഇവർ 3 ആളും ഇന്ത്യയിലെ കൾച്ചറിനെ എങ്ങനെയാണ് എംഫസൈസ് ചെയ്തത്, ഇവരുടെ ബുക്കിന്റെ പേര്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 3 ആളുകളുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ ബുക്കിന്റെ പേര്, ആ ബുക്കിലൂടെ അവർ ഇന്ത്യയെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അവരുടെ പിന്നെ ട്രാവൽ ചെയ്ത സ്ഥലങ്ങൾ, അവരുടെ ബുക്കിന്റെ പേര് എന്താണ് അതിൽ എഴുതിയത്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത നമുക്കറിയാം ഭക്തി സൂഫി ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏർലി ഭക്തി മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കണം, സൂഫി മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കണം. അതിലെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അത് മാത്രമല്ല സൂഫി വർക്കുകൾ, ഭക്തി വർക്കുകൾ, അത് പഠിച്ചു വെക്കണം. അവരുടെ ബുക്കുകൾ, കാര്യങ്ങൾ, ഖൻഖകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ പിന്നെ ഗുരുനാനാക്ക്, മീരാബായ്, കബീർ, അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്റർ എക്സാമിന് ചോദിക്കും, പഠിച്ച് വെക്കണം കേട്ടോ. പിന്നെ നമുക്കറിയാം ഹംപി, നമുക്കറിയാം വിജയനഗരയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഹംപിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. ഹംപിയിലെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് പഠിക്കണം. പിന്നെ അതേപോലെ വിജയനഗര സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ടെമ്പിൾസ്, ഫോർട്ട്, വിജയനഗര ഈ സാമ്രാജ്യത്തിന്റെ ഫെസിലിറ്റീസ്, അതിന്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എക്സാമിന് എന്ത് ചെയ്യാനാണ്, അത് നോക്കിയാണ് CUTക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് കേട്ടോ. അടുത്ത ഐനി അക്ബർ, 8ാമത്തെ പാഠം എന്ന് പറയുന്നത് അഗ്രേറിയൻ റിലേഷൻസിൽ, അതായത് അന്നത്തെ കാലത്തെ മുഗൾ ഭരണകാലത്തെ കർഷകരുടെ അവസ്ഥയാണ് അത് ചോദിക്കുന്നത്. നമുക്കറിയാം കുദ്കസ്ത, പാഹിക്കസ്ത പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് അന്നത്തെ മുഗൾ ഭരണകാലഘട്ടത്തെ കൃഷിക്കാരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, ഐനി അക്ബരിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം,
പഠിച്ച് വെക്കണം. ഡൈനി അക്ബരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. പിന്നെ അടുത്ത എന്താണ്, മുഗൾസുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ഞാൻ അടുത്ത ചാപ്റ്റർ മുഗൾ കോഡ് റീകൺസ്ട്രക്ടിങ് ഹിസ്റ്ററി ത്രൂ ക്രോണിക്കിൾസിലെ കോഡ് ക്രോണിക്കിൾസ് എന്നുള്ള പാഠം അത് നിങ്ങൾ എന്ത് ചെയ്യണം, മുഗൾ കോട്ട് മുഗൾ സദസ്സിനെ കുറിച്ചിട്ട് മുഗൾ ഭരണകാലഘട്ടത്തിലെ പൊളിറ്റിക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. അക്ബർ നാമയും പാദ്ഷാ നാമയും രണ്ടും പഠിച്ചു വെക്കണം. എക്സാമിന് എന്ത് ചെയ്യണം, അതൊന്നും എന്ത് ചെയ്യാറുണ്ട്, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കേണ്ട ഈ ഒരു ചാപ്റ്ററിന്. അടുത്ത നമുക്കറിയാം കൊളോണിയലിസം അല്ലെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ജമീന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റൈറ്റ്വാരി സിസ്റ്റം അത് നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള സെറ്റിൽമെന്റ് ചേഞ്ചസ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ ഈ സിസ്റ്റത്തെ ജമീന്ദാരി സിസ്റ്റം പോലുള്ള സിസ്റ്റങ്ങളും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചുള്ള ഭാഗത്താണ് കൂടുതലായിട്ട് എന്ത് വരിക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. അത് മാത്രമല്ല നമുക്കറിയാം എന്താണ് ഫിഫ്ത്ത് റിപ്പോർട്ട്, നമുക്കറിയാം ഫിഫ്ത്ത് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു MCQ ഇങ്ങനെ ഒരുപാട് തവണ CUT ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അത് മാത്രമല്ല ഡെക്കാൻ റിയോട്ട്സ് റിപ്പോർട്ട് ഈ റിപ്പോർട്ടുകളിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഈ ക്രോണിക്കിൾസിൽ നിന്നുള്ള ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ഏത് കൊളോണീസ് ഈ ഒരു ചാപ്റ്റർ റിപ്പോർട്ടുകൾ ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അന്ന് CUTക്ക് ഒരു ക്വസ്റ്റൻ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാനുള്ള ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് അറിയാം 1857 റിവോൾട്ടിന്റെ റീസൺസ്, അത് ലക്നൗ ആ ഭാഗത്തുണ്ടായ റിവോൾട്ട് ഇല്ല, ലക്നൗ മീററ്റിലാണ് നമുക്ക് റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തത്. ലക്നൌവിലുള്ള അതിലെ പിന്നെ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്, ലീഡേഴ്സിന്റെ പേര് എവിടെയൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ എങ്ങനെയാണ് ഈ റിവോൾട്ട് ഈ ബ്രിട്ടീഷുകാർ സപ്രസ് ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, CUT ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പോൾ 1857 റിവോൾട്ട് റീസൺസ്, ലീഡേഴ്സിന്റെ പേര്, ആ കാര്യങ്ങളിലാണ് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അടുത്ത എന്താണ്, പിന്നെ കൊളോണിയലിസം ആൻഡ് ഇന്ത്യൻ ടൗൺസ്, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എംഫസൈസ് ചെയ്ത് വെക്കേണ്ടത്. ഇന്ത്യയിലെ അന്ന് ടൗൺ ആയിട്ടുള്ള മുംബൈ, ചെന്നൈ അതിൻ്റെ ഒക്കെ ബ്രിട്ടീഷുകാരില്ല, നമുക്കറിയാം ആ സമയത്ത് മുംബൈയിലും ചെന്നൈയിലൊക്കെ ബ്രിട്ടീഷുകാർ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ക്യാപിറ്റൽ ആയിരുന്ന കൊൽക്കത്തയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ആ ടൗണുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ആ ടൗൺ ഉണ്ടാക്കാൻ ബ്രിട്ടീഷുകാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എക്സാമിന് എന്താണ് ചോദിക്കുന്നത് മാത്രം. ഇവിടെയൊക്കെ എന്താണ്, ബ്രിട്ടീഷുകാർക്ക് കന്റോൺമെന്റ്സ് അല്ലെങ്കിൽ പട്ടാളക്കാരുണ്ടായിരുന്നു, അവരുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അത് മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്, നമുക്കറിയാം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മഹാത്മാഗാന്ധി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള നാഷണൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചമ്പാരൻ സ്ട്രൈക്ക്, പെസന്റ് സ്ട്രഗിൾ, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, അത് നിങ്ങൾ എന്തിനു പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ എന്താ റൗണ്ട് ടേബിൾ കോൺഫറൻസിലെ ഗാന്ധിജി പങ്കെടുത്ത റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ഗാന്ധിയൻ പൊളിറ്റിക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ അന്ന് എങ്ങനെയാണ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ പേര്, ന്യൂസ് പേപ്പേഴ്സ് ഇന്ത്യൻ ഹിസ്റ്ററി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യണം, ഫോക്കസ് കൊടുക്കണം. നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് കൊടുക്കേണ്ട ആർക്കാടാ, മഹാത്മാഗാന്ധിക്കാരുടെ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്, നമുക്കറിയാം. അത് എന്ത് ചെയ്യണം, 1940s ശേഷമുള്ള ഹിസ്റ്ററിയാണ് നോക്കേണ്ടത്. അതിൽ പഞ്ചാബ് ആൻഡ് ബംഗാൾ ഡിവിഷൻ ഉണ്ട്, പഞ്ചാബ് ബംഗാളും ഇന്ത്യ പാകിസ്ഥാൻ ഡിവൈഡ് ചെയ്തപ്പോൾ പഞ്ചാബ് ബംഗാളും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് മാത്രമല്ല ആ ഡിവിഷൻ നന്നായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ മൗണ്ട് ബാറ്റൻ പ്ലാൻ, ആ കാര്യങ്ങൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ദ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള 15ാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി. നിങ്ങൾ ഓൾറെഡി പൊളിറ്റിക്സ് ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ കേരള സിലബസ് ആയതുകൊണ്ട് നിങ്ങൾ കേരള സിലബസ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ, പക്ഷേ നിങ്ങളുടെ NCERT സിലബസ് ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ എങ്ങനെയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂൻസി, അതായത് ഇന്ത്യയുടെ പിന്നെ ഭരണഘടന എങ്ങനെയാണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയാണ് ഉണ്ടായത്, അതിന് ഹെൽപ്പ് ചെയ്ത കമ്മിറ്റികളുടെ പേര്, കമ്മിറ്റിയുടെ ചെയർമാൻ്റെ പേര്, വിവിധ കമ്മിറ്റികളുടെ ഇയറുകൾ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അമേരിക്ക അടക്കമുള്ള പല കൺട്രീസിൻ്റെയും കോൺട്രിബ്യൂഷൻ നമ്മൾ എടുത്തിട്ടില്ല, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു PPT നിങ്ങൾക്ക് കാണാം, ഈ ഫോക്കസ് ഇതൊരു ഭാഗമുണ്ട് ഓരോ ചാപ്റ്റർ, ആ ഭാഗത്താണ് നിങ്ങൾ എന്ത് ചെയ്തത്, CUT ഹിസ്റ്ററി പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾക്കുള്ളത് എന്താണ്, 50 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ 50 ക്വസ്റ്റ്യൻ 50 ക്വസ്റ്റ്യൻ എത്ര പാടത്താണ്, 15 പാടത്താണ്. ഒരു പാടത്തിന് അപ്രോക്സിമേറ്റ്ലി 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക, ഒരു ചാപ്റ്ററിന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എഫേർട്ട് എടുക്കുക. നിങ്ങൾ ഹിസ്റ്ററി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള അടിപൊളി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹിസ്റ്ററി ആസ്പിറൻ്റ് ആയുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ ഓരോ സ്ലൈഡിൽ ഞാൻ ഫോക്കസ് പറഞ്ഞൊരു ഭാഗം കാണിക്കുന്നുണ്ട്. ആ ഫോക്കസ് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് CUT എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ CUT എന്ന് പറഞ്ഞാൽ എന്താ, പക്ക NCERT +2 ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് NCERT സൈറ്റിൽ കയറിയാൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, NCERT ടെക്സ്റ്റ് ബുക്ക് കിട്ടും. അത് നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, വായിക്കുക, ശ്രദ്ധിക്കണം. ഓൾറെഡി നമ്മളെ ആപ്പിൽ നമ്മൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രോൾ ഇങ്ങനെ താഴത്തോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് അങ്ങോട്ടേക്ക് എന്ത് വായിക്കുക, നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് എഫേർട്ട് എടുത്ത് നന്നായിട്ട് വായിക്കുക. ഇത് നിങ്ങൾ ഇതിൻ്റെ ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, CUT ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഫോക്കസ് എന്ന് പറഞ്ഞ ഏരിയ എന്ത് ചെയ്യണം, നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഓരോ ചാപ്റ്ററിൽ ഫോക്കസ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്, അത് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യണം. ആ ഭാഗത്ത് നിന്നാണ് കൂടുതൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ, യെസ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു
വെക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്ലസ് ടുവിലില്ല. വായിക്കുക. ഒരു ഹിസ്റ്ററി ആസ്പിറൻ്റ് ആണ് നിങ്ങൾ നന്നായിട്ട് വായിക്കണം. വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പഠിക്കുന്ന കാര്യം തലയിലേക്ക് ശരിക്കും കയറും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും CUT ഹിസ്റ്ററി എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ ഞാൻ CUT ഹിസ്റ്ററി എഴുതുന്നുണ്ട്, എനിക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയാണ് പഠിക്കാൻ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ CUT ഹിസ്റ്ററി എഴുതുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ CUT ഹിസ്റ്ററി എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോസ് ഒക്കെ വരും. സോ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. സോ വീണ്ടും കാണാതെ വരേക്കും. ബൈ.